വാസ്തവത്തിൽ എനിക്ക് വലിയ ഇത് തോന്നാറുണ്ട്. യേശുദാസ് സഭയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. ഇത്ര വലിയൊരു വെല്ലുവിളി കേരളത്തിലെ സഭ നേരിട്ടിട്ടുണ്ട്. യേശുദാസ് പത്രപരസ്യം കൊടുത്തു, ഞാൻ ഹിന്ദുവും കൂടെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യേശുദാസിൻ്റെ കച്ചേരി ആദ്യമായിട്ട് 1972 ആലപ്പുഴ മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ പരസ്യം അദ്ദേഹം കൊടുത്തുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞു ദാറ്റ് ഈസ് ഓക്കെ. കച്ചേരിക്ക് ആദ്യം പെർമിഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് 3 വർഷം എടുത്തു ജഡ്ജ്മെൻറ്റ് വരാൻ. ആ ജഡ്ജ്മെൻറ്റിൽ കോടതി പറഞ്ഞത് ഹിന്ദുവും കൂടെയാണ് എന്ന് പരസ്യം ചെയ്ത സ്ഥിതിക്ക് ക്ഷേത്രത്തിൽ കയറാൻ വിരോധമില്ല. ഇനി വിരോധമുണ്ടെങ്കിൽ തന്നെ ഉണ്ടാവേണ്ടത് ക്രിസ്ത്യാനികൾക്കാണ്, ഹിന്ദുക്കൾക്ക് വിരോധമില്ല. ഞാൻ ഹിന്ദുവാണ് ചേട്ടാ, ആണോ എന്നാൽ കയറിക്കോ. മറ്റവർക്ക് അങ്ങനെയില്ല. ഒരാൾ അപ്പുറത്ത് പോയി മഹറവും ചൊല്ലി പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞ് ചടങ്ങുണ്ടാകും, സമുദായ ഭ്രഷ്ടനാക്കുക. ഇത് യേശുദാസിന് ചെയ്യാൻ പറ്റും. യേശുദാസിൻ്റെ കുട്ടികളെ അവർ മാമോദിസ മുക്കുകയില്ല എന്ന് പറഞ്ഞു, വേണ്ടെന്ന് പറഞ്ഞു യേശുദാസ്. അപ്പോൾ യേശുദാസ് സ്വന്തം സമുദായത്തെ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതി, അത് ക്രൈസ്തവ സഭയ്ക്ക് വല്ലാത്ത ഒരു വെല്ലുവിളിയായിരുന്നു. അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ യേശുദാസുമായിട്ടുള്ള യുദ്ധം മുതലാവില്ല, സഭ തകർന്നു പോകും. അതുകൊണ്ട് യേശുദാസിനെ അവർക്ക് ഉൾക്കൊള്ളേണ്ടി വന്നു. അപ്പോൾ യേശുദാസിനെ പോലെ വലിയൊരു ഫിഗർ റിവോൾട്ട് ചെയ്ത കഥ ഇപ്പോൾ ഈ പുതിയ തലമുറയിൽ എത്ര പേർക്ക് ഇതറിയാമെന്ന് എനിക്കറിയില്ല. യേശുദാസും സഭയും തമ്മിൽ യാതൊരു പ്രശ്നമില്ല, അങ്ങനെ അങ്ങ് പോകുന്നു. ബട്ട് വലിയ റിവോൾട്ട് നടത്തിയ ആളാണ് യേശുദാസ്. ഇപ്പോഴും യേശുദാസ് ശബരിമലയ്ക്ക് പോകുന്നത് സഭയ്ക്ക് എത്ര ഇഷ്ടപ്പെടുന്നു എന്ന് വായനത്തിന് തോന്നുന്നുണ്ട്. പക്ഷെ പറയാൻ പറ്റില്ല. അതിൻ്റെ ശ്വാസം മുട്ടൽ ആലോചിച്ചെങ്കിൽ. അപ്പോൾ ഈ സാധനമൊക്കെ എവിടെയെങ്കിലും ഇറപ്റ്റ് ചെയ്യും. ഇങ്ങനെ നമ്മൾ പ്രഷറൈസ് ചെയ്ത് വെച്ച വികാരങ്ങൾ. എഴുത്തച്ഛൻ ജീവിച്ചിരുന്നില്ല, ഇങ്ങനെ. പക്ഷേ ഇങ്ങനെയൊരു ഇത് വന്നിട്ടും ഇവിടുത്തെ ആരും അതിനെ പ്രതികരിച്ചില്ല. അതായത് മലയാള ഭാഷ, അതുമായി ബന്ധപ്പെട്ട ആളുകൾ, സാംസ്കാരിക, അത് പ്രത്യേകിച്ച് പറയാണ്ട് ഇപ്പോൾ അതൊരു തെറിയായിട്ട് വരികയാണ്. പക്ഷേ എങ്കിലും അങ്ങനെയുള്ളവരാരും ഇതിനകത്ത് ഒരു പ്രതികരണം, അല്ലെങ്കിൽ നിരന്തരം ലേഖനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വന്നേനെ. പക്ഷേ അത് എഴുത്തച്ഛനായതുകൊണ്ടാണ്. മോയിൻകുട്ടി വൈദ്യർ ഉണ്ടായിരുന്നില്ല എന്നൊന്നും എഴുതി നോക്കി. അപ്പോൾ ഈ പറഞ്ഞ സാംസ്കാരിക കക്ഷികളും അവരുടെ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ആക്രമിച്ചത് ആരെയാണ്? എഴുത്തച്ഛൻ ഹിന്ദു അല്ലേ? ആണ്. ഉറപ്പല്ലേ? ആണ്. അപ്പോൾ പിന്നെ മിണ്ടണ്ട. ദിസ് ഈസ് ഓൾ. വേറെ ഒന്നും ഈ പറഞ്ഞ ഭാഷാസ്നേഹവും ഇല്ല, സാംസ്കാരികവും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. ദേ ആർ പ്യൂർലി ആൻറ്റി ഹിന്ദു, അത്രയേ ഉള്ളൂ.